നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടമ്പുഴയിൽ ആന ചവിട്ടിക്കൊന്ന എൽദോസിന്റെ മൃതദേഹം സംസ്കരിച്ചു. സംസ്കാരം ചേലാട് കുറുമറ്റം പള്ളി സെമിത്തേരിയിൽ. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താൽ. കോതമംഗലം കുട്ടമ്പുഴയിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് സമയബന്ധിതമായി പാലിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ട്രഞ്ച് നിർമ്മാണം, ഫെൻസിംഗ് എന്നിവയ്ക്കുള്ള അനുമതി നേരത്തെ നൽകിയതാണ്. ടെൻഡർ നടപടികളിലാണ് കാലതാമസമെന്നും മന്ത്രി. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കുട്ടമ്പുഴയിലെ എൽദോസിന്റെ മരണം വനം വകുപ്പിന്റെ വീഴ്ചയാണ്. മനുഷ്യജീവന് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഫാദർ ഫിലിപ്പ് കവിയും. എറണാകുളം കോതമംഗലത്ത് വനപ്രദേശത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. ഉരുളൻതണ്ണി, കുട്ടൻപുഴ, ക്നാച്ചേരി എന്നിവിടങ്ങളിലാണ് പതിവായി ആനക്കൂട്ടം എത്തുന്നത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ ചന്ദ്രനാണ് മരണപ്പെട്ടത്. കാട്ടാന ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസം 3 കാട്ടാനകൾ ലയത്തിന് സമീപം എത്തിയിരുന്നു. ആനകൾ നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചന്ദ്രന് തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റത്. സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ആത്മഹത്യ. മരിച്ചത് പിറവം രാമമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ CPO ബിജു. മൃതദേഹം കണ്ടെത്തിയത് രാവിലെ വീടിനുള്ളിൽ. മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. അരീക്കോട് ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. അന്വേഷണം ആരംഭിച്ച് കൊണ്ടോട്ടി DYSP. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ. മരിച്ചത് കോട്ടയം സ്വദേശിനി ലക്ഷ്മി. മൃതദേഹം കണ്ടത് സ്വകാര്യ ഹോസ്റ്റൽ മുറിയിൽ. BSc 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ലക്ഷ്മി. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. ഗവർണർ പ്രസംഗിച്ച സെനറ്റ് ഹാളിന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു. സംസ്കൃത വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം നടന്നത്. സുരക്ഷാ വീഴ്ചയിലുള്ള കടുത്ത അതൃപ്തി പരസ്യമാക്കി ഗവർണർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടും. നടപടി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ്. തീരുമാനം അടിക്കടി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ. കണ്ണൂരിൽ KSU പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. നടപടി ഇന്നലെ നടന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചിലെ അക്രമവുമായി ബന്ധപ്പെട്ട്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് എതിരെയാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 100ഓളം പ്രവർത്തകർക്കെതിരെയും കേസ്. മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ കാർബോറാണ്ടം കമ്പനിക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകാതെ സർക്കാർ. ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ന്യൂസ് 18 ലഭിച്ചു. കമ്പനിക്ക് നടത്തിപ്പവകാശം നീട്ടി നൽകിക്കൊണ്ടുള്ള കരാറിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചെങ്കിലും ഉത്തരവിറക്കാത്തത് ഭരണപക്ഷവും പ്രതിപക്ഷത്തും എതിർപ്പുയരുന്ന പശ്ചാത്തലത്തിൽ. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളയെന്ന് ആരോപണം. വിഷയം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് VD സതീശൻ. മുനമ്പം വിഷയത്തിൽ ഉരുണ്ട് കളിച്ച് MM ഹസൻ. വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതി. വിഷയത്തിൽ 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നുവെന്നും വിമർശനം. കോഴിക്കോട് CPM നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലി കോൺഗ്രസിലേക്ക്. DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. CPMന്റെ മതേതരത്വം കാപട്യമെന്ന് അക്ബർ അലി.
മെക്സെവനിൽ CPM ജില്ലാ സെക്രട്ടറി പി മോഹനന്റേത് ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവനയെന്നും അലി. നീറ്റ് പരീക്ഷ ഓൺലൈൻ ആക്കണമെന്ന് കെ രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട്. പരീക്ഷകളിൽ സമൂലമാറ്റം വേണമെന്നും നിർദ്ദേശം. പരാതികൾ പരിശോധിക്കാൻ ദേശീയ തലത്തിൽ സമിതി വേണം. ഏജൻസികൾ പുനഃക്രമീകരിക്കണമെന്നും ശുപാർശ. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം MS സൊല്യൂഷൻസിൽ മാത്രം ഒതുങ്ങരുതെന്ന് KSU. കോച്ചിംഗ് സെന്ററുകൾ വിദ്യാർത്ഥികളെ അമിതമായി ചൂഷണം ചെയ്യുന്നു. ഇത്തരം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പുകളും പരസ്യങ്ങളും സർക്കാർ ഒഴിവാക്കണം. കോഴിക്കോട്ടെ സ്വകാര്യ കോച്ചിംഗ് സെന്ററുമായി CPM-ന് ബന്ധമെന്നും KSU. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് സംഘപരിവാർ നിലപാടെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. മെക്സെവൻ കൂട്ടായ്മയെക്കുറിച്ച് RSSന് പ്രചാരണം നടത്താൻ അവസരമൊരുക്കി. മലബാറിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കാനാണ് പി മോഹനൻ ശ്രമിക്കുന്നത്. TP കൊലപാതകം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിൽ ശരിയായ അന്വേഷണം നടത്തിയാൽ പി മോഹനന്റെ വീട്ടിലെത്തുമെന്നും അബിൻ വർക്കി. നടി ആക്രമിച്ച കേസിൽ 2 ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. ഒന്നാം പ്രതി പൾസർ സുനി നൽകിയ അപേക്ഷയാണ് തള്ളിയത്. സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ലെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ മുറി പൂട്ടിയതിനെതിരെ ഹൈക്കോടതി. സംഭവം ഗൗരവകരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമീപനം അംഗീകരിക്കാനാകില്ല. ഭക്തർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തപ്പോഴാണ് 17-ാം നമ്പർ റൂം പൂട്ടിപ്പോയത്. പ്രത്യേക പരിഗണന ആർക്കും പാടില്ലെന്ന് നിർദ്ദേശം നൽകിയത് അല്ലേയെന്നും ഹൈക്കോടതി ചോദിച്ചു. ശബരിപാതയിൽ വീണ്ടും ഉടക്കിടാൻ റെയിൽവേ. ഇരട്ടപ്പാതയുടെ സാധ്യത പരിശോധിക്കണമെന്നും ഇതിനായി സർവേ നടത്തണമെന്നും റെയിൽവേയുടെ നിലപാട്. പമ്പ വരെയുള്ള ഇരട്ടപ്പാതയുടെ എസ്റ്റിമേറ്റ് നൽകണമെന്നതടക്കം ഉന്നയിച്ച് റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കത്ത് നൽകി. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെ. 93,034 തീർത്ഥാടകരാണ് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം എത്തിയത്. ഇന്ന് 3 മണിവരെ 59,736 ഭക്തർ ദർശനം നടത്തി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഞായറാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 25-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ശബരിമലയിൽ പോലീസിന്റെ 4ാമത്തെ ബാച്ച് ചുമതലയേറ്റു. പുതിയതായി 36 CIമാരും 105 ASIമാരും 1375 സിവിൽ പോലീസ് ഓഫീസർമാരുമാണ് ഇന്നലെ ചുമതലയേറ്റത്. DYSPമാർക്കും പോലീസ് ഇൻസ്പെക്ടർമാർക്കും സ്പെഷ്യൽ ഓഫീസർമാർക്കും ദേവസ്വം കോംപ്ലക്സ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. പവിത്രം ശബരിമല ശുചീകരണ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ജാക്കറ്റ് വിതരണം ചെയ്തു. ശബരിമല പൂങ്കാവനം ശുചിയായി നിലനിർത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പവിത്രം ശബരിമല. വിതരണ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചു. ശബരിമലയിൽ ഫ്ലൈ ഓവറിൽ മുകളിൽ നിന്ന് ചാടിയ തീർത്ഥാടകൻ മരിച്ചു. കർണാടക രാമനഗര സ്വദേശി കുമാറാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6:45-നാണ് മാളികപ്പുറം ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് കുമാർ താഴേക്ക് ചാടിയത്. പത്തനംതിട്ട കോന്നി വകയാറിൽ യുവാവിന്റെ ജീവനെടുത്ത അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടം ബൈക്ക് റോഡിൽ നിന്ന് തെന്നിമാറി കൈവരിയിൽ ഇടിച്ച്. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ തിരുവനന്തപുരം സ്വദേശി കിരൺ മരിച്ചിരുന്നു. തൃശൂർ ടൗണിലൂടെ വീണ്ടും അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയയാൾ പിടിയിൽ. അറസ്റ്റിലായത് മുംബൈ സ്വദേശി സുബ്രത മണ്ഡൽ. നേരത്തെ ബസ്സുകൾക്കിടയിലൂടെ സ്കേറ്റിംഗ് നടത്തിയിരുന്നു. നിർമ്മാണ തൊഴിലാളിയാണ് പിടിയിലായ സുബ്രത. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കത്തോലിക്ക ബാബ. കേരള കത്തോലിക്ക സഭയുടെയും
പൊതുസമൂഹത്തിന്റെയും വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ചാണ് നിവേദനം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, മുനമ്പത്തെ വഖഫ് അവകാശവാദം, തീരദേശ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഉന്നയിച്ചു. നെടുമ്പാശ്ശേരിയിൽ എയർ ഇന്ത്യ വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ്. തിരിച്ചിറക്കിയത് കൊച്ചി ബഹ്റിൻ എയർ ഇന്ത്യ എക്സ്പ്രസ്. വിമാനത്തിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസെടുത്ത പോലീസ്. ആര്യാട് സ്വദേശിയായ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈ പ്രസവത്തെ തുടർന്ന് തളർന്നുപോയ സംഭവത്തിലാണ് കേസ്. ഇതോടെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കേസാണിത്. കുട്ടിയുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് നടപടി. പ്രസവത്തെ തുടർന്ന് യുവ ഡോക്ടർ മരിച്ചു. ഡോക്ടർ ഫാത്തിമ കബീറാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഓച്ചിറ സനൂജ് മൻസിലിൽ ഡോക്ടർ സനൂജിന്റെ ഭാര്യയാണ്. ഇടുക്കി കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ വിധി പറയുന്നത് ഈ മാസം 20-ലേക്ക് മാറ്റി. പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് തൊടുപുഴ സെഷൻസ് കോടതി വിധി പറയുക. പിതാവും രണ്ടാനമ്മയുമാണ് കേസിലെ പ്രതികൾ. സംഭവം നടന്ന 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറയുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തമിഴ്നാട് തിരുനെൽവേലിയിൽ വലിച്ചെറിഞ്ഞ നിലയിൽ. RCCയിലെ ക്യാൻസർ രോഗികളുടെ മെഡിക്കൽ വിവരങ്ങളും കൂട്ടത്തിലുണ്ട്. വിവിധ ആശുപത്രികളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് തിരുനെൽവേലിയിൽ കൊണ്ടുതള്ളിയെന്നാണ് കരുതുന്നത്. തമിഴ്നാട് പോലീസ് അന്വേഷണം തുടങ്ങി. മാഹിയിൽ നിന്നും ചരക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന 180 കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശി പുരുഷോത്തമനാണ് പിടിയിലായത്. ലോറി ഡ്രൈവറാണ് ഇയാൾ. ഉത്സവകാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. 80 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 57,200 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് വർദ്ധിച്ചത്. 7,150 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ദേശീയ വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിനെ പിന്തുണച്ച് 269 MP-മാർ, എതിർത്ത് പ്രതിപക്ഷം. സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന് അമിത്ഷായും മറ്റ് NDA MP-മാരും. ജസ്റ്റിസ് ശേഖർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട 55 MP-മാർ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് സമർപ്പിച്ച പ്രമേയത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. കപിൽ സിബലും മറ്റ് 57 MP-മാരും അവതരിപ്പിച്ച പ്രമേയത്തിൽ നടപടി എടുക്കരുതെന്ന് രാജ്യസഭാ ചെയർമാനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യം. ഡിസംബർ 8-ന് പ്രയാഗ്രാജിൽ നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദുവിന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് ഉയർത്തിയതെന്നും അത് വിദ്വേഷ പ്രസംഗത്തിന്റെ നിർവചനത്തിൽ വരില്ല എന്നും ഹർജിയിൽ വാദം. കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുടെ മുഖ്യാസൂത്രകൻ SA ഭാഷ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോയമ്പത്തൂരിലെ PSG ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1998-ലെ കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിൽ ഭാഷയെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. നിരോധിത ഭീകര സംഘടന അൽ-ഉമ്മയുടെ സ്ഥാപകനാണ് ഭാഷ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് മന്ത്രി. തമിഴ്നാട് ജനതയുടെ ഈ സ്വപ്നം DMK നടപ്പിലാക്കുമെന്നും തമിഴ്നാട് ഗ്രാമവികസന തദ്ദേശ വകുപ്പ് മന്ത്രി I. പെരിയസ്വാമി. പിണറായി വിജയനുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇക്കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതായും പെരിയസ്വാമി. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയിലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ അധ്യാപികയും വെടിയുതിർത്ത വിദ്യാർത്ഥിനിയും മരിച്ചു. സംഭവം വിസ്കോൺസിലെ മാഡിസണിലുള്ള സ്കൂളിൽ 6 പേർക്ക് പരിക്ക്. 15 വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് വെടിവെച്ചതെന്ന് പോലീസ്. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരം. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നില പരുങ്ങലിൽ. ലിബറൽ പാർട്ടിയുടെ 3-1 MP-മാരും നേതൃമാറ്റം ആവശ്യപ്പെട്ടു. ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചു. ഡൊമിനിക് ലെബ്ലാങ്ക് പുതിയ ധനമന്ത്രി.
ജർമ്മൻ ചാൻസലർക്കെതിരായ അവിശ്വാസം പാസായി. 733 അംഗ പാർലമെന്റിൽ ഒലാഫ് ഷോൾസിന് 207 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. 394 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. 116 പേർ വിട്ടുനിന്നു. അടുത്ത വർഷം ഫെബ്രുവരി 23 ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. നോക്കാം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം പൂവച്ചലിൽ മതിലിടിഞ്ഞു വീണ് പരിക്കേറ്റ ആൾ മരിച്ചു. മരിച്ചത് ആലങ്കോട് സ്വദേശി രമേശൻ. പാഴ്ചെടി നീക്കം ചെയ്യുന്നതിനിടെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. തലക്കേറ്റ പരിക്കാണ് മരണകാരണം. മലപ്പുറം കൊളത്തൂർ നീറ്റാണിമലിൽ ടിപ്പർ ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചു. കരിങ്കൽ കയറ്റി വന്ന ലോറി ദേഹത്തേക്ക് മറിയുകയായിരുന്നു. തൃശൂർ മാളയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കരിങ്ങാച്ചിറ സ്വദേശി റമീസയ്ക്കാണ് കുത്തേറ്റത്. ആക്രമണത്തിനിടയിൽ ഭർത്താവ് നൌഷാദാണ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇരുവരെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച യുവാവ് സ്റ്റേഷന്റെ മതിലിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇടുക്കി മുരിക്കാശ്ശേരി സ്റ്റേഷനിലാണ് സംഭവം നടന്നത്. പടമുഖം സ്വദേശി കിഴക്കേ പുരയ്ക്കൽ ഷാൽബിനാണ് സ്റ്റേഷന്റെ പുറം മതിലിൽ നിന്നും താഴേക്കെടുത്ത് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ എടൂരിൽ വീട് ഭാഗികമായി കത്തി നശിച്ചു. എടൂർ തോട്ടം കവലയിലെ കുട്ടപ്പന്റെ വീടിനാണ് തീപിടിച്ചത്. അടുപ്പിൽ നിന്ന് തീ പടർന്നുവെന്നാണ് നിഗമനം. ചിമ്മിനിക്കുള്ളിൽ ഉണക്കാനിട്ട് റബ്ബർ ഷീറ്റിനാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് വീടിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും തീ പടരുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ മോഷ്ടാക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമാകുന്നതിൽ പ്രതിഷേധം. CPM വെള്ളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു. തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി ഡോക്ടർ CM കുസുമൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. കൊല്ലം ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിയം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUC നേതാവ് AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ചും ധർണയും നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സമരം CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ CM കുസുമൻ ഉദ്ഘാടനം ചെയ്തു. പമ്പയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. പമ്പ ചാലക്കയത്ത് രാത്രി 12:30 അപകടം നടന്നത്. ശബരിമല തീർത്ഥാടകർക്കും ബസ് ഡ്രൈവർക്കും പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കാസർഗോഡ് കളനാട് വാണിയാർമൂലയിൽ പണം വെച്ച് ചീട്ട് കളിച്ച 30 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ മേൽപ്പറമ്പ് പോലീസ് പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് മുഹമ്മദ് എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗുരുമന്ദിരത്തിന് നേരെ ആക്രമണം. മുക്കംപാലക്ക് സമീപത്തെ ശാഖാ മന്ദിരത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കണ്ണാടി ചില്ലുകൾ തകർത്തു. കാണിക്കവഞ്ചിയും നഷ്ടമായിട്ടുണ്ട്. നെടുവാമൂട് പോലീസ് അന്വേഷണം തുടങ്ങി. സാഹോദര്യത്തിന്റെ ക്രിസ്മസ് സന്ദേശവുമായി കരോൾ സംഘം കവടിയാർ കൊട്ടാരത്തിൽ. കർദിനാൾ മാർ ക്ലിമ്മിസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഘം കൊട്ടാരത്തിലെത്തിയത്. ക്ലിമ്മിസ് ബാവ രാജകുടുംബാംഗങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി. കുഞ്ചപ്പാടത്ത് നടിയിൽ ഉത്സവം. കുഞ്ചപ്പാടത്ത് കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് കൃഷി നടന്നത്. അത്യുൽപാദന ശേഷിയുള്ള ഉമവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 120 ദിവസം കൊണ്ട് വിളവെടുക്കാം. കൊല്ലം പുനലൂരിൽ നിർമ്മാണം പൂർത്തിയാകാത്ത റോഡിന്റെ പേരിൽ ഫണ്ട് തിരിമറിയെന്ന് പരാതി. വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡിന്റെ നവീകരണം പാതി വഴിയിൽ എത്തി നിൽക്കെ ഉദ്ഘാടനം നടത്തിയതായി കാട്ടി ഫണ്ട് തട്ടിച്ചെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. റോഡ് നവീകരണത്തിന് മുൻപായി ഫ്ലെക്സ് ബോർഡുകളുടെയും അനൗൺസ്മെന്റുമൊക്കെയായി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു. ഈ പരിപാടി റോഡിന്റെ ഉദ്ഘാടനമായി കാട്ടി ബില്ല് മാറാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഉത്സവ നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് വേറിട്ടൊരു പ്രതിഷേധം. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ആനയ്ക്ക് പകരം നെറ്റിപ്പട്ടം കെട്ടിയ ഓട്ടോറിക്ഷയാണ്
നഗരം ചുറ്റിയത്. വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൂരം. കായിക വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ ഗാബ ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ. ജസ്പ്രീത് ബുംറയും ആകാശ് ദീപും ചേർന്നാണ് 39 റൺസുള്ള പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്നും ഒഴിവാക്കിയത്. 84 റൺസ് എടുത്ത KL രാഹുലും 77 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും തിളങ്ങി. നാളെ ഓസ്ട്രേലിയയെ സമനിലയിൽ കുരുക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ പട. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലൻഡിന് 423 റൺസിന്റെ കൂറ്റൻ ജയം. മിച്ചൽ സാന്നറാണ് കളിയിലെ കേമൻ. ഹാരി ബ്രൂക്ക് പരമ്പരയുടെ താരമായി. എല്ലാ പ്ലാറ്റ്ഫോമിലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി മുൻ താരം ഡാരൻ സാമിയെ നിയമിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 1 പുരുഷ ടീമിന്റെ പരിശീലകനായി അദ്ദേഹം ചുമതലയേൽക്കും. ആന്ദ്രെ കുലിയെ ടെസ്റ്റ് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് പുതിയ നിയമനം. സീനിയർ നാഗാലാൻഡ് വനിതാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം ഫെഡറലിസത്തെ തകർക്കുന്ന ബില്ലെന്ന ആരോപണം. 2 ബില്ലിലും ചർച്ച ഉണ്ടാകുമെന്ന് സ്പീക്കർ. എറണാകുളം കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ ജനരോഷം ശക്തം. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താൽ പുരോഗമിക്കുന്നു. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രെഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്ന് കളക്ടറുടെ ഉറപ്പ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ കിടങ്ങ് നിർമ്മാണം ആരംഭിച്ചാൽ മാത്രമേ എൽദോസിന്റെ മൃതദേഹം സംസ്കരിക്കൂ എന്ന നിലപാടിൽ നാട്ടുകാർ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് കുട്ടമ്പുഴ നാച്ചേരി മാർത്തോമ പള്ളിയിൽ. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് എൽദോസ്. കുടുംബാംഗങ്ങളെ അറിയിക്കാതെയാണ് എൽദോസ് നാട്ടിലെത്തിയത്. കോതമംഗലം കുട്ടമ്പുഴയിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് സമയബന്ധിതമായി പാലിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ട്രെഞ്ച് നിർമ്മാണം, ഫെൻസിംഗ് എന്നിവയ്ക്കുള്ള അനുമതി നേരത്തെ നൽകിയതാണ്. ടെൻഡർ നടപടികളിലാണ് കാലതാമസമെന്നും മന്ത്രി. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കുട്ടമ്പുഴയിലെ എൽദോസിന്റെ മരണം വനം വകുപ്പിന്റെ വീഴ്ചയാണ്. മനുഷ്യജീവന് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഫാദർ ഫിലിപ്പ് കബീർ. എറണാകുളം കോതമംഗലത്ത് വനപ്രദേശത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ഉരുളന്തണ്ണി, കുട്ടൻപുഴ, നാച്ചേരി എന്നിവിടങ്ങളിലാണ് പതിവായി കാട്ടാനക്കൂട്ടം എത്തുന്നത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ ചന്ദ്രനാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസം 3 കാട്ടാനകൾ ലയത്തിന് സമീപം എത്തിയിരുന്നു. ആനകൾ നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചന്ദ്രന് തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റത്. വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ഹർഷിത്, അഭിറാം എന്നിവരാണ് പിടിയിലായത്. മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. 2 പേർ ഒളിവിലാണ്. അതേസമയം പരിക്കേറ്റ മാത്തനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് മാത്തനെ കണ്ടത്. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. 4 പ്രതികളെയും സംഭവസ്ഥലത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ്. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡർ വിനീത് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ സംഘം ക്യാമ്പിലെത്തി പരിശോധന നടത്തി. ദൃക്സാക്ഷികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി. ഫോറൻസിക് സർജനും ക്യാമ്പിലെത്തി പരിശോധന നടത്തി. മലപ്പുറം കൊളത്തൂർ നീറ്റാണിമല്ലി ടിപ്പർ ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചു. കരിങ്കൽ കയറ്റി വന്ന ലോറി ദേഹത്ത് മറിയുകയായിരുന്നു. 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ പത്തനംതിട്ട മുറിഞ്ഞിക്കലിലെ അപകടത്തെക്കുറിച്ച് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച് വാഹനമിടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടം